ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എവറി ഡിസൈനേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം ഇമേജസ് ഇല്ലെങ്കിൽ ഡിസൈൻ പല ഡിസൈനും ഇൻകംപ്ലീറ്റ് ആയിരിക്കും അല്ലേ. ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡിസൈൻ ഒന്ന് കളർഫുൾ ആക്കാൻ പറ്റുള്ളൂ, അട്രാക്റ്റീവ് ആക്കാനും പറ്റത്തുള്ളൂ. ആപ്പ് ഡിസൈൻ ചെയ്താലും വെബ്സൈറ്റ് ഡിസൈൻ ചെയ്താലും ഇമേജസ് അതിൻ്റെ ഒരു വലിയൊരു പാർട്ട് തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് ഇമേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ആദ്യം നമുക്ക് ഇമേജസിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മെയിനായിട്ട് ഈ ഫില്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇമേജിൻ്റെ ടാബ് കാണാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇമേജിനെ നമുക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഈ ഷേപ്സിൽ ഒരു ഇമേജ് ആൻഡ് വീഡിയോ എന്ന ടൂളുകൾ കണ്ടല്ലോ, Ctrl+Shift+K ആണ് ഷോർട്ട് കട്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇമേജ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞു. അതൊരു മെത്തേഡ്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഏത് ഇമേജാണോ വേണ്ടത് നമുക്ക് കമ്പ്യൂട്ടർ ഡ്രൈവിലോ ഫോട്ടോയിലോ പോയതിനു ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അത് അടുത്ത മെത്തേഡ്. അപ്പോൾ നമുക്ക് അടുത്തത് Ctrl+Shift+K. ഈ ഇമേജ് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കുക, നമ്മളെ മൗസിൻ്റെ ഇവിടെ കണ്ടില്ല 7 കാണിക്കുന്നുണ്ട്. കാര്യം എന്താ, 7 ഇമേജ് ഇപ്പോൾ ഇത് ഇവിടെ ലോഡായിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ഇമേജസ് ഇതുപോലെ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ ഇമേജ് ലോഡാക്കി വെക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ നേരത്തെ പോലെ ലോഡാക്കി വെച്ചിട്ടുണ്ട്. കണ്ട അവിടെ 7 ഇമേജസ് എൻ്റെ കയ്യിൽ അപ്പോൾ മൗസിൽ ലോഡായിരിക്കുന്നു. ഇവിടെ പ്ലേസ് ഓളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് പ്ലേസ് ആവും. അതല്ല സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോണം, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഇടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ UI ഡിസൈനിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു സ്ക്വയർ നമ്മൾ ഓൾറെഡി വരച്ചു. ഇത് നമുക്കൊരു ഓവൽ ഷേപ്പ് ആക്കാം. ഇതൊരു വേറൊരു ഷേപ്പ്. ഓക്കെ, ഇത്രയും ഷേപ്പ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. നോക്കാം, ഞാനിനി ഇമേജിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. Ctrl+Shift+K ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു സർക്കിളിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇതിലടുത്ത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്കി ഇനി 3 ഇമേജ് ഉണ്ട്. നമുക്ക് ഇനി ആ 3 ഇമേജ് വേണ്ടെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് കൊടുത്താൽ മതി. ആ ഇമേജ് എല്ലാം അങ്ങ് അവിടെ നിന്ന് ഇറേസ് ആയി പോയിക്കോളും. ഇനി ഈ 3 ഇമേജ് അല്ലേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഈ ഇമേജിനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. നമുക്കിവിടെ എക്സ്പോഷർ, നമുക്ക് ഇതിൻ്റെ എക്സ്പോഷർ ഇവിടെ കറക്റ്റ് ചെയ്യാം. കോൺട്രാസ്റ്റ് ഇവിടെ കറക്റ്റ് ചെയ്യാം. സാച്ചുറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടെമ്പറേച്ചർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ടിൻറ്റ്, ഹൈലൈറ്റ്സ് കൂട്ടാം. അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേറൊരു സൈഡിലോ കാര്യത്തിലും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതൊരു റൊട്ടേറ്റ് ടൂളാണ്. നമുക്ക് ഇത് വെച്ചിട്ട് ഇമേജിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഷേപ്പിൽ അല്ലാത്ത ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും സാധിക്കും. ഇനി ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഫില്ല് ഫിറ്റ് ക്രോപ്പ് ടൈൽ ഉണ്ട്. ഇതിപ്പോൾ ഫില്ലാണ്ടിരിക്കണം. ഞാൻ ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഇമേജ് ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ അത് ഫിറ്റായിരിക്കും. ഓക്കെ, നമുക്ക് ഫില്ല് കൊടുക്കാം. ഇനി ഞാനിവിടെ വന്നു വെച്ചാൽ ക്രോപ്പ് കൊടുക്കുകയാണ്. ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിനെ ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇത്ര മതി, ഇപ്പോൾ ഇത്ര മതിയെങ്കിൽ മതി, എന്നിട്ട് അപ്പോൾ എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ അത്ര ഭാഗം മാത്രമേ വരത്തുള്ളൂ. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചതുപോലെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. വരിക, എൻ്റർ അടിക്കുക. ഓക്കെ അല്ലേ, ഇതാണ് ക്രോപ്പ് ചെയ്യണ രീതി. പിന്നെ ടെയിലാണ്. ടെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അവിടെ ടെയിൽ കൊടുക്കുകയാണ്. അത് കണ്ടില്ലേ, ഒരു ഇമേജ് തന്നെ പല ഇമേജായിട്ട് മാറിയത്. അതാണ് ടെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ അവിടെ 25 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ചെറുതാവും. 75 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതാവും. അത് ഉപയോഗിക്കാറില്ല, എന്നാലും ചില സമയത്ത് നമുക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ വരും. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇതൊരു ഇമേജാണ്. ഓക്കെ, ഇതൊരു ഇമേജാണ്. ഞാൻ ഇവിടെ ഫില്ലിൽ വന്നതിന് ശേഷം ഈ ഫില്ലിൽ വന്നതിന് ശേഷം ജസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ കളർ ആഡ് ചെയ്യുകയാണ്. നോക്കിക്ക് നമുക്ക് ആ കളർ ഇവിടെ കിട്ടിയിട്ടില്ലേ. ഇപ്പോൾ 20% ഒപ്പോസിറ്റ് കൊടുക്കണം. ഞാനൊരു 50% കൊടുക്കുകയാണ്. ആണല്ലേ, ഇനി ഒരു 50% കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ഇനി നമുക്കിവിടെ അപ്പിയറൻസ് ഉണ്ട്. അപ്പിയറൻസ് പോയി നമുക്കിതുപോലെ മാറ്റി കൊടുക്കാനും ഇവിടെ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, ഫില്ലിനിയും ഉണ്ട്. ഇനി നോക്കുക, ഈ ഇമേജിനെ തന്നെ എനിക്ക് ഈ ഒരു ഇമേജിനെ വേണം.
അപ്പോൾ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യില്ല. ഇനി ഒരു ട്രെയിനിങ്ങുണ്ട്, കോപ്പി പേസ്റ്റ് മെത്തേഡ്. കൺട്രോൾ സി അടിക്കുക, ഏത് ഇമേജാണ് വേണ്ട ആ ഇമേജിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ സി അടിക്കുക, ഇവിടെ വരിക, കൺട്രോൾ വി അടിക്കുക, അത് വെളിയിലായി. ഇനി ഞാനൊരു റെക്റ്റാങ്കിളാണ് വരയ്ക്കുകയാണ്. ഒരു റെക്റ്റാങ്കിളോടെ വരച്ചു. എന്നിട്ട് ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിനകത്ത് ഈ ഇമേജ് പേസ്റ്റ് ആവും. ആ രീതി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഒരു ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഷേപ്സൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ നോഡിൽ ക്ലിക്ക് ചെയ്യുക, റേഡിയസ് മാറ്റാം. അതിൻ്റെ റേഡിയസ് നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇത് സൈസ് നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം, ഇതുപോലെ വലുതാക്കാം, പ്രൊപ്പോർഷനായിട്ട് വലുതാക്കാം, ചെറുതാക്കാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓപ്ഷൻ വരും, നമുക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാം. ഇങ്ങനെ വലുതാക്കാം, നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്യാം. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇമേജിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും.